ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ വന്നിരിക്കുന്നത് ഇതെൻ്റെ കറിവേപ്പില ചെടികളാണ്. ചെറിയ തൈ ഞാനിങ്ങനെ ഇതിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ ഇതുപോലെ ചേരി വെച്ചിട്ടുണ്ട്. ആ ചേരി വെച്ചതെന്ന് വെച്ചാൽ ഇപ്പം നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ വെള്ളം ഒഴിച്ചാൽ ഇത് മണ്ണ് ഉണങ്ങിപ്പോയാലും ചേരീൻ്റെ തണുപ്പ് ഇങ്ങനെ ചെടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാളെ കണ്ട, ഇത് അറിയുന്നവർക്ക് അറിയുതെന്നാന്നുള്ളത്. ഇതാണ് കാച്ചിലിൻ്റെ വീട്ടിൽ കാച്ചിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിനിങ്ങനെ ഇത് മുഴ പോലെ ഉണ്ടാവില്ലേ, അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നട്ടത് കുറേ കാലമായി. പിന്നെ അതിൻ്റെ വിവരമൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ വെച്ചത് നന്നാവില്ലായിരിക്കുന്നു. അപ്പോൾ 1-2 മഴയെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ തീർത്ത് വന്നിട്ട്, അപ്പോൾ ഈ ചട്ടിയിൽ ഇത് ശരിയാവില്ലല്ലോ, ആയിരിക്കും അറിയെങ്കിൽ പറയണേ. ഞാൻ വിചാരിക്കുന്ന ഒരു ചാക്കിൽ കുറച്ച് കരിയിലയും മണ്ണും ചാരമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നടണം. എന്നിട്ട് ഈ വള്ളി ഇങ്ങ് പടർന്നു പോകും. എന്നിട്ട് നമ്മൾ യൂട്യൂബിലെല്ലാം കാണുന്ന പോലെ വലിയ കിഴങ്ങ് പൊരിച്ചെടുക്കണം എന്നല്ല വലിയ വലിയ ആഗ്രഹങ്ങളാണ് സുഹൃത്തുക്കളെ. അപ്പം ഞാൻ വിചാരിക്കും കറിവേപ്പില ഇവിടെ കടയിൽ മേടിക്കാൻ കിട്ടില്ല, ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ചേട്ട കമ്പനിയിൽ നിന്നും പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അവിടെ അടുന്നൊക്കെ ഞങ്ങൾ പറിക്കൽ. അപ്പം ഞാനൊരു കറിവേപ്പില, എൻ്റെ 2 കറിവേപ്പില നിങ്ങൾ കണ്ടോ. പിന്നെ ഇല്ല, എനിക്ക് പൂക്കൾ ഇഷ്ടമായതുകൊണ്ട് എളുപ്പത്തിൽ നിറയെ പൂ കാണാനുള്ള ഒരേ ഒരു വഴി ഈ ഇതാണ് നിത്യ കല്യാണി. ശവം അറിയുന്ന വെറുതെ എന്തിനാ ഇതിനെ വിളിക്കുന്നല്ലേ. പിന്നെ നമുക്ക് നിത്യ കല്യാണി എന്ന് തന്നെ വിളിക്കാം. എന്തൊരു വൃത്തി ഇത് വിരിഞ്ഞിട്ട് കാണാനല്ലേ. പിന്നെ അപ്പോൾ ഇതിനൊരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ. എനക്കൊന്ന് ഞാൻ മുട്ടത്തോടിട്ടാലേ ഈ മഞ്ഞ കളർ പോലെ കാൽസ്യം കുറവുണ്ടാകുന്ന മഞ്ഞ കളറ് വരുന്നത്. ഞാൻ മറ്റേ ഹൈമവതിച്ചീൻ്റെ ചാനലിൽ, ഹൈമവതി അമ്മയുടെ ചാനലിൽ ഇങ്ങനെ മഞ്ഞളിപ്പ് വരുന്നതിന് എന്തോന്ന് പറയുന്നുണ്ട്, അതിന് മറന്നുപോയി. പക്ഷേങ്കിൽ അപ്പോൾ ഇതിനും ഞാൻ ഇതുപോലെ ചേരി ഇട്ടിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നമ്മൾ കൊണ്ടുവരുന്ന ചേരി തേങ്ങക്ക് കുച്ചുണ്ടാവില്ല, ആ കുച്ച് ഞാൻ എടുത്തു വെക്കും അങ്ങനെ. പിന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ പനിക്കൂർക്ക വീട്ടിൽ നട്ട് വളർത്തണം. പിന്നെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ പുതിനയും കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തുളസി, എൻ്റെ തുളസി ഉണങ്ങിപ്പോയതുകൊണ്ടാണ്, ഉണങ്ങിയിട്ടുണ്ട. അപ്പോൾ തുളസി ഉണങ്ങിപ്പോയതുകൊണ്ട് ഞാനൊരു തുളസി ചെടിയും മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇല്ല ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയിൽ മുട്ടുണ്ട്, അത്രയാ ഇന്ന് പോവില്ല. അയ്യോ, നിങ്ങളെ കാണിക്കാൻ നോക്കുമ്പോൾ പോവില്ലല്ലോ. ഈ പോയിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട്സ് ഇടാം. ഇതാ 1 2 3 മുട്ടുണ്ട് കണ്ട. അപ്പോൾ നല്ല ചോന്ന ചെമ്പരത്തിയാണ്. ഇത് വാടിപ്പോയിട്ടുണ്ട്, പക്ഷേ ആ പൂവിലെല്ലാം എടുക്കാൻ വിട്ടു. ഈനും നിറയെ ചേരി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെൻ്റെ പുതിനയാണ്. ബിരിയാണി വെക്കുമ്പോൾ എനിക്ക് പുതിന ഇല്ലാണ്ട് ഇഷ്ടമല്ല അങ്ങനെ. ഇവിടെ മണി പ്ലാന്റ് ഇങ്ങനെ കുറച്ചുണ്ട്. വേറെ ബാൽക്കണിയിലും ഉണ്ട് കേട്ടോ. ഇത് പുറത്താണ് അങ്ങനെ. അപ്പോൾ ഇത്രയെങ്കിലും 1 2 3 4 5 6 7 ചട്ടിയിലെങ്കിലും നമ്മൾ നട്ട് നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യമാണെന്നല്ലേ. നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ടൈം പാസ് ഒന്നല്ല, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് അതിന് പറയുക. അപ്പം ഞാൻ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് വണ്ടിയിലെല്ലാം ഭയങ്കര ഒച്ചയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒച്ച ക്ലിയർ ഉണ്ടാവില്ല. ഞാൻ പക്ഷേങ്കിൽ ശരിക്കും ഈ കാച്ചിൽ കണ്ട സന്തോഷത്തിൽ വീഡിയോ എടുത്തതാണ്. ഇതിന് പൊരിച്ചാൽ ഇതിൻ്റെ ഇങ്ങനെ ഇവിടെയുള്ള കൈൻ്റെ ഇത് കാണുന്നുണ്ട്. ഇതിന് പൊരിച്ചിട്ട് എന്ന പോലെ വേന്നിടേണ്ടി വരും അല്ലേ താഴോട്ടേക്ക്. ഇതിൻ്റെ ഇത് പോകുമ്പോൾ ചാക്ക് സംഘടിപ്പിച്ചിട്ട് നട്ടിട്ട് അഥവാ കിഴങ്ങാറ്റ പൊരിക്കുന്നുണ്ട് നിങ്ങളെ കാണിക്കണ്ടേ. അന്നേരം ഇതാദ്യം കാണിച്ചാലേ നിങ്ങൾക്ക് വിശ്വാസം വരുമല്ലോ. ഇതിപ്പം ആർക്കായാലും വിശ്വാസം വരും, ഇവിടുന്ന് തനിയെ തീർത്തോന്നതാണെന്നില്ലെങ്കിൽ. പക്ഷേങ്കിൽ ഞാൻ കാച്ചിൽ നല്ല ടേസ്റ്റിലെ കാച്ചിലാണ് കിട്ടിയത്. അപ്പം ഞാനത് പിന്നെ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം കഴിക്കുമ്പോഴല്ല വാങ്ങിച്ചിട്ട് നമ്മൾ കറിവൊക്കെ മുറിക്കുമ്പോൾ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് നട്ടിട്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് പറയുന്നതൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ നട്ടത്. പിന്നെ ചേട്ടൻ്റെ അച്ഛൻ ഇത് നല്ലോണം നടും, ഞാൻ നടുന്ന കണ്ടിട്ടുമുണ്ട്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ നടലില്ല, എൻ്റെ ഓർമ്മയിലൊന്നും അങ്ങനെ നടലൊന്നുമില്ല പ്രത്യേകിച്ചിട്ട് അങ്ങനെ. അപ്പോൾ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ കണ്ടു. ഓക്കെ, താങ്ക് യു.